ഹലോ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ദിവസമായിരുന്നു അല്ലേ? ദീപാവലിക്കൊക്കെ ശേഷം മാർക്കറ്റ് ഒന്ന് അപ്പ് സൈഡ് പോയി ആൻഡ് തിരിച്ച് ഒരു ഡൗൺ സൈഡ് വന്നൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ 15 മിനിറ്റ് ചാർട്ട് നമുക്ക് ഒന്നെടുത്ത് പരിശോധിക്കാം. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ എന്താ സംഭവിച്ചത്? മാർക്കറ്റ് ഒരു നിഫ്റ്റി ആദ്യ സമയങ്ങളിൽ തന്ന ഒരു ബുള്ളിഷ്നെസ് അവസാന അവേഴ്സ് എത്തിയപ്പോഴത്തേക്കും ഒരു ഡൗൺ സൈഡ് ട്രെൻഡിലേക്ക് പോകുമായിരുന്നു. ഇന്നൊരു നെഗറ്റീവ് ക്ലോസിംഗ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും മാർക്കറ്റ് സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ഒരു ബെയറിഷ് ക്ലോസിംഗ് തന്നിട്ടുണ്ട് മാർക്കറ്റ്. സോ ഇപ്പോൾ നിഫ്റ്റിയിൽ ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ഡിമാൻഡ് ഏരിയാസ് മാർക്ക് ചെയ്യേണ്ട സമയമാണിത്. സോ നിഫ്റ്റി ഇനി ഏത് ഭാഗത്തു നിന്നാണ് ഒരു റിയാക്ഷൻ തരുന്നതെന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയേണ്ടതായിട്ടിരിക്കുന്നു. എന്തായാലും 24,000 അല്ലെങ്കിൽ 26,000 എബോവ് മാർക്കറ്റ് പോയ ശേഷമാണ് വീണ്ടും ഒരു 200 പോയിൻറ്റ്സിന് ഡൗൺ സൈഡ് മാർക്കറ്റ് തന്നത്. സോ അതൊരു നല്ല സൂചനയല്ല നിലവിൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴത്തേക്കും. ആൻഡ് നമുക്കിനി രണ്ട് ഡിമാൻഡ് സോൺസ് ഇവിടെ ഉണ്ട് പ്രതീക്ഷിക്കാം. 25,580 ആൻഡ് 25,750. അപ്പോൾ ഈ റേഞ്ചസിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ ബാങ്ക് നിഫ്റ്റിയിലുള്ള നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സെയിം ഒരു അവസ്ഥയാണ്. മാർക്കറ്റ് തുടക്കത്തിൽ തന്ന ഒരു ബുള്ളിഷ്നെസ് നിലവിൽ ക്ലോസിംഗ് ടൈമിൽ ഇല്ലായിരുന്നു. 70 പോയിൻറ്റ്സിൻ്റെ മാത്രം അപ്സൈഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെ ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതായത് 58,600 റേഞ്ച് വരെയൊക്കെ മാർക്കറ്റ് പോയി എന്ന് പറയുമ്പോൾ 580 അതാണ് കേട്ടോ ഹൈ. 58,580 വരെ ബാങ്ക് നിഫ്റ്റി പോയ ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു. സോ മാർക്കറ്റ് ഇനി ഡിമാൻഡ് ഏരിയകളിൽ ടാപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. സോ രണ്ട് ഡിമാൻഡ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ ഒരു സോൺ, ഈ ഒരു ഏരിയ ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 57,647 എന്നുള്ള ഏരിയ ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് അതിൻ്റെ താഴത്തെ ഏരിയ എന്ന് പറയുന്നത് 57,300 റേഞ്ച്. ഈ രണ്ട് ഏരിയാസിൽ മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. സോ അത് നമുക്ക് നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പ് സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഇന്ന് ഇൻഫി, HCL ടെക്, TCS, ശ്രീറാം ഫിനാൻസ്, ആക്സിസ് ബാങ്ക് എന്നിവ ടോപ്പ് ഗെയിനേഴ്സിൽ നിൽപ്പുണ്ട്. ടോപ്പ് ലൂസേഴ്സിൽ നിൽക്കുന്നത് എട്ടേണൽ, ഇൻഡർഗോ ഏവിയേഷൻ അതായത് ഇൻഡിഗോ, ഐഷോ മോട്ടോഴ്സ്, ഭാരതി എയർടെൽ ആൻഡ് അൾട്രാടെക് സിമെൻറ്റ്. എയർടെലൊക്കെ ഒരു നല്ല അപ്സൈഡ് തന്നതിന് ശേഷം ഒന്ന് കൂൾ ഓഫ് ചെയ്യുകയാണെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ വാച്ച് ലിസ്റ്റിലുണ്ടായിരുന്ന സ്റ്റോക്കായ ഓറിയൻ ടെക് ഇന്നൊരു അപ്സൈഡ് മൊമെൻറ്റ് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഓറിയൻ ടെക് ഇന്നൊരു ഈ ഒരു സപ്ലൈ ക്ലിയർ ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു 500 റേഞ്ചിലുള്ള സപ്ലൈ ക്ലിയർ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് മാർക്കറ്റ് നടത്തിയിട്ടുണ്ട്. സോ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ക്ലോസിങ്ങിനും കാട്ടി മുകളിലാണ്, ഒരു 9 പോയിൻറ്റ്സ് അപ്പാണ്. ബട്ട് ഓവറോൾ സ്ട്രക്ചറിൽ ഇപ്പോഴും ഞാൻ ബുള്ളിഷാണ്. നമുക്ക് നോക്കാം ഈ ഒരു ഓവർ ഹെഡ് സപ്ലൈ മാർക്കറ്റ് ക്ലിയർ ചെയ്ത് അപ്സൈഡ് പോകില്ല എന്നുള്ള കാര്യം വരുന്ന ദിവസങ്ങളിൽ അറിയാം. അതിന് ശേഷം ഞാൻ നോക്കുന്നത് DLF ആണ്. DLF നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 4 അവർ എൻട്രി ആയിരുന്നു ഇനി അടുത്തത്. അപ്പം DLF സാമാന്യം നല്ല രീതിയിലുള്ള ബൈയിങ് പ്രഷർ തന്നിട്ടുണ്ടായിരുന്നു. ശേഷം ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ വേറെ കുറച്ചുണ്ട്. ശേഷം ഞാൻ ഇന്ന് എന്താ പറയുക, വാച്ച് ലിസ്റ്റിൽ കുറച്ച് സ്റ്റോക്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SPL പെട്രോ എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ട്. ഇപ്പോൾ SPL പെട്രോ ഞാൻ വാച്ച് ചെയ്യുന്നത് മോസ്റ്റ്ലി ഒരു 850 റേഞ്ചിലോട്ട് ഈ സാധനം മൂവ് ചെയ്യും. SPL പെട്രോ മൂവ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ SPL പെട്രോ ഞാൻ വാച്ച് ചെയ്യുകയാണ്. സോ നമുക്കിത് ക്ലോസ്ലി വരുന്ന ദിവസങ്ങളിൽ SPL പെട്രോയുടെ പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്തത് പരാഗ് മിൽക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പരാഗ് മിൽക്ക് ഇന്ന് ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് 299. ബട്ട് ഓക്കെയാണ്. ഓവറോൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ വീക്ക്ലി നോക്കുകയാണെങ്കിൽ എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനിയുള്ളത് ഒരു സപ്ലൈ സോണാണ്. ഒരു ഓവർ ഹെഡ് സപ്ലൈ 316 to 320 റേഞ്ചിൽ ഓവർ ഹെഡ് സപ്ലൈ ഉണ്ട്. സോ അതൊന്ന് കടന്നു കിട്ടുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇപ്പോൾ തിങ്കളാഴ്ചയാണ്. കൂടുതൽ സ്റ്റോക്സ് എന്താ പറയുക വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നിഫ്റ്റി തന്നത്. അപ്പം അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും വാച്ച് ചെയ്യാം കുറച്ചും കൂടെ ദിവസത്തിൽ എന്തായിരിക്കും മാർക്കറ്റിൻ്റെ ഡിസിഷൻ എന്ന് അറിയാൻ കഴിയും. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോൾഡിംഗ് ആണെന്ന്. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് നമുക്ക് ഇന്നത്തെ ദിവസം സാമാന്യം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്റ്റോക്സ് പലതും ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ നിഫ്റ്റിയിൽ ആദ്യം ഉണ്ടായ ബുള്ളിഷ്നെസ് പല സ്റ്റോക്സിലും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ആൻഡ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നാളത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ ഇന്നത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ പെർഫോമൻസ് എല്ലാം നോക്കിയിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സ്റ്റോക്സിൻ്റെ അനലൈസിങ് നടത്താം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. നമ്മൾ വിട്ടുപോകുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ നിങ്ങൾ പറയുന്ന സ്റ്റോക്സും കൂടെ അനലൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഒരു സ്റ്റോക്ക്, ഒരു സ്വിഗ്ഗി എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വിഗ്ഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്വിഗ്ഗി നോക്കുകയാണെങ്കിൽ 400 റേഞ്ച് സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ഏതാണ് ഏറ്റവും ഹൈ പോയത് 470 റേഞ്ചാണ്. അപ്പോൾ 470 റേഞ്ച് ഹൈ പോയ ശേഷം മാർക്കറ്റ് തിരിച്ച് ഒരു
മേജർ ഡിമാൻഡ് ഏരിയയിൽ വന്ന് സ്റ്റോക്ക് 460 റേഞ്ച് വരെ പോയി ശേഷം വീണ്ടും ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. എന്തായാലും മാർക്കറ്റ് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 400 റേഞ്ചിന് മുകളിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ കിട്ടുവാണെങ്കിൽ ഇനി നമുക്കിവിടെ ഒരു എൻട്രി നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയയിൽ കുറച്ച് സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട്. ഈ സപ്പോർട്ടോട് അനുബന്ധിച്ച് എന്തായാലും മാർക്കറ്റിൽ ബയേഴ്സ് വരേണ്ടി വരും. ബട്ട് മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഈ ഏരിയയിൽ കാണുന്നുണ്ട്. അതൊരു നല്ല സൂചനയല്ല, മറിച്ച് നമുക്ക് ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ സ്വിഗ്ഗിയിൽ ഒരു എൻട്രി നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ സ്റ്റോക്സ് ഇന്ന് ഡിസ്കസ് ചെയ്യാത്തത് മാർക്കറ്റ് പ്ലേ ചെയ്യട്ടെ. മാർക്കറ്റ് പുതിയ ഒരു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എല്ലാം പുതിയ ഹൈയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് പ്ലേ ചെയ്യട്ടെ മാർക്കറ്റ്. അതിനുശേഷം നമുക്ക് കൂടുതൽ സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഞാൻ അപ്ഡേറ്റുകൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നാളെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ ഞാൻ പുതിയ സ്റ്റോക്സ് ഫിൽറ്റർ ചെയ്ത ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.